അല്ല വാപ്പേ, ഈ ലോകത്ത് 16 നല്ല നല്ല പേരുണ്ടല്ലോ. എന്നിട്ട് എനിക്ക് നിങ്ങൾ കണ്ടുപിടിച്ച പേരാ മമ്മതി. അല്ല, മെൻസന്മാരുടെ ഇറങ്ങിയെടുക്കാൻ വയ്യാതായി. അതിന്റെ വല്യാപ്പാന്റെ പേരാ. എന്നാ പിന്നെ വല്യമ്മാന്റെ പേരിട്ടൂടേനു. തായ്യമ അല്ല ചൈനക്കാരാണെങ്കിലും വിചാരിച്ചോളൂ. അനക്ക് ഞാനേ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽബക്കാനി അൽ ഖാദിന്ന് പേര് തരാം. ഈ നന്നാവോ? എടോ ചെങ്ങായി, പേരിലൊന്നും വലിയ കാര്യമല്ല. ജീവിക്കാൻ പഠിക്കണം. എൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ എന്നെ തലയെ വെച്ച് കൊണ്ട് നടക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയണേ കേക്ക്, ഈ എൻ്റെ കൂടെ നിൽക്ക്. അതൊന്നും ഒരു അന്തസ്സുള്ള പണിയല്ല അപ്പി. ഈ എത്രാം ക്ലാസ് വരെ പഠിച്ചാണ്? 7ാം ക്ലാസ് വരെ. സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജിന്റെ ഒഴിവുണ്ട്. ആ പണി പറ്റും എനിക്ക്? ഊതിയതല്ലേ? അല്ല, മാന്ദ്യത. വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ ഏത് പണി നോക്കിയാ നടക്കണേ? പഠിക്കേണ്ട കാലത്ത് പഠിക്കാതെ അന്തസ് വളമ്പരുത്. എങ്ങനെ പഠിക്ക? ഞാൻ 2ാം ക്ലാസ്സിൽ ജയിച്ചപ്പോ ഉമ്മ 4ാമത്തെ പെറ്റ്, 3ാം ക്ലാസ്സിൽ ജയിച്ചപ്പോ 5ാമത്തെ റിലീസായി, 4ാം ക്ലാസ്സിൽ ജയിച്ചപ്പോ മതി മതിയാക്കിയാ പറ്റൂല. മീറ്റിങ്ങളൊക്കെ ഒക്കത്തെട്ടി നടക്കല്ലേ നിന്റെ പണി. പിന്നെ എങ്ങനെ ഞാൻ പഠിക്ക? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ കൊല തൊടാൻ നേരം തളപ്പാക്കരുത്. നിന്റെ കാലശേഷം ഈ മക്കളെ മുഴുവൻ പോറ്റുണ്ടാക്കേണ്ടില്ല. പഠിച്ചമ്പരാനേ, അതിനൊന്നല്ലേ കിയാമത്ത് നാൾ വേഗം ഇങ്ങോട്ട് വരിക. ഈ അതും ഇതും പറഞ്ഞിക്കാതെ എന്റെ പണിക്ക് ഇങ്ങോട്ട് ഇറങ്ങ്. അതെനിക്ക് പറ്റുമോ? അതിന് നിങ്ങളെ പണിന്റെ ABCD എനിക്കറിയില്ല. അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. അതായത് സ്നേഹം, ദയ, കാരുണ്യം, അനുകമ്പ, കുറ്റബോധം, ഇതൊക്കെ എനിക്ക് ഉണ്ടോ? ഓ, അതൊക്കെ എനിക്ക് നല്ലോണം ഉണ്ട്. ആഹാ, ഇന്നത്തോടു കൂടി അതൊന്നും വേണ്ട. പിന്നെ തരം കിട്ടിയാൽ നോക്കി നല്ല നോണ പറയണം. അതെനിക്ക് പാരമ്പര്യമായി കിട്ടിയ ഗുണല്ല. ഇത് രണ്ടും ഉണ്ടെങ്കിൽ എനിക്ക് ജോലിക്കുള്ള സർട്ടിഫിക്കറ്റായി. ഇനി ട്രെയിനിങ്. അതായത് ആളുകളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും നമ്മൾ മനസ്സറിയണം. ഉദാഹരണമായി, ഒരുത്തൻ ഗൾഫിൽ നിന്ന് വന്നാൽ ഓനൊരു പറമ്പ് വേണ്ടി വരും. അതുപോലെ ഒരു പൊരയിലെ 5 പെണ്ണ് കെട്ടി മക്കളുണ്ടായാൽ ഉടനെ ഏട്ടന് ഒരു പൊര വേണ്ടി വരും. തീർന്നോ? തീരെ? എടോ, ഈ രംഗത്തുള്ള അറിവ് കടല് പോലെ പരന്ന് കിടക്കുക. അതിൽ നിന്നൊരു ടീസ്പൂണേ എനിക്ക് തന്നെ കിട്ടിയുള്ളൂ. എന്നിട്ട് തന്നെ എന്റെ അറിവ് എത്ര ഉണ്ട്? എന്നാ ബാക്കി പറയ്. ഒരു സാധാരണക്കാരൻ മകളെ കെട്ടിക്കാൻ തീരുമാനിച്ചാൽ ഓന്റെ പറമ്പിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ വീടും കൂടി മൊത്തം വെക്കും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അവിടെ പാഞ്ഞെത്തണം. കല്യാണ കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. പെണ്ണ് കെട്ടാത്ത ചെറുപ്പക്കാരെ കണ്ടാൽ എനിക്ക് ഞാൻ 50 വാങ്ങിത്തരാം, എനിക്ക് ഞാൻ 75 100 വാങ്ങിത്തരാം, എനിക്ക് ഞാൻ 1 ലക്ഷം കാറും വാങ്ങിത്തരാം, എനിക്ക് ഞാൻ 5 ലക്ഷം ബസ്സും വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് ഓലെ കോതിപ്പിക്കണം. കിട്ടാൻ പോണ പണ്ടത്തിന്റെയും പണത്തിന്റെയും കണക്ക് പറഞ്ഞ് ഓലെ തന്തമാരങ്ങോട്ട് മയക്കണം. SLC കഴിഞ്ഞ ഉടനെ തന്നെ ഓലോട് പെണ്ണ് കെട്ടിക്കാൻ ഓലെ തന്തമാരെ പ്രേരിപ്പിക്കണം. അതുപോലെ ഈ പ്രദേശത്തുള്ള മുഴുവൻ വീട്ടിലെയും മുഴുവൻ കാര്യങ്ങളും നമ്മളെ ഡയറി വേണം. കല്യാണം നടന്നാലും മുടങ്ങിയാലും നമ്മക്ക് കിട്ടാനുള്ളത് കണക്ക് പറഞ്ഞ് വാങ്ങണം. മറ്റ് ബ്രോക്കർമാരെ കച്ചവടത്ത് പൂയി വാരിടണം. അവര് ഫോൺ ചെയ്യുമ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ഒളിഞ്ഞിന്ന് കേൾക്കണം. ആവൂ, ഇത്ര മാത്രം അറിവ് എന്റെ വാപ്പക്ക് ഉണ്ടെന്ന് ഞാൻ അറിയാതെ പോയി. എന്നോട് ക്ഷമിക്കണം വാപ്പേ. ഇന്ന് മുതൽ നമ്മളൊന്നാ. എന്റെ ഡ്യൂട്ടി സ്ഥലം പോയന്റെ അക്കരെ. അവിടെ ഇതുവരെ എന്റെ കണ്ണെത്തിയില്ല. ഓക്കെ, ഇത് ഞാൻ ഏറ്റു. ഇപ്പോഴത്തെ കാലത്ത് മക്കളൊക്കെ ഒരു പണി കയറി കാണാന്നുണ്ട് ഏതൊരു ബാപ്പാന്റെ പൂതിയാ. എന്നാലും എന്റെ മകന് ഇത്ര ഒരു പണി കിട്ടുമെന്ന് ഞാൻ തന്നെ കരുതിയില്ല. ബാപ്പേ, സ്കൂളാ വിട്ടിന്, കുട്ടികളൊക്കെ വരുന്നുണ്ട്. സ്കൂളിൽ നിന്ന് നേരത്തെ വിട്ടോ?